എൻ്റെ ഇടവക പള്ളി വാകത്താനം ജെറുസലേം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയാണ്. അവിടെ നിങ്ങളെപ്പോലെ 12ാം ക്ലാസ് വരെ പഠിക്കാൻ അന്ന് ഭാഗ്യമില്ലായിരുന്നു, കാരണം 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പഠിച്ച 10 ക്ലാസ്സും സാമാന്യം നല്ല രീതിയിൽ പഠിക്കുകയും അന്ന് മികച്ച നിലയിൽ സൺഡേ സ്കൂള് അന്ന് ഈ സോണലൊന്നുമില്ല, സോണലൊക്കെ പിന്നീടാണ് വരുന്നത്. അഖില മലങ്കര അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ്സിലും പിന്നീട് അതിൻ്റെ പൊതുവിജ്ഞാന പരീക്ഷയിലുമൊക്കെ നല്ല രീതിയിലൊക്കെ പങ്കെടുക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്നൊരു ഓർമ്മ സ്വയം ഞാൻ പുതുക്കുകയോ നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ്. അത് എനിക്കൊരു അഭിമാനത്തിൻ്റെ മുഹൂർത്തം കൂടെയാണ്. കാരണം ഒരു ആത്മപ്രശംസയ്ക്ക് അൽപ്പുറം നിങ്ങളോട് അത് ഷെയർ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് ഷെയർ ചെയ്യുമ്പോൾ അതിന് അർത്ഥ തലങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ജില്ലാതലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ഭദ്രാസന തലമൊക്കെ കഴിഞ്ഞ് അഖില മലങ്കര അടിസ്ഥാനത്തിലൊക്കെ സമ്മാനമൊക്കെ കിട്ടുമ്പം അന്നത്തെ സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറൽ ബഹുമാനപ്പെട്ട CB ജോർജ് കോർപ്പിസ്കോപ്പ, ചെറുത്തലാട്ടച്ഛൻ എന്ന് വലിയച്ഛൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ അയൽവാസിയും ഒക്കെ കൂടിയാണ് ഞാൻ. അപ്പോൾ അച്ഛൻ എന്നേ വന്ന് ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു അംബാസഡർ കാറിലാണ്, അതിലും എന്നെ കയറ്റിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് പല സ്ഥലങ്ങളിലും ഈ സമ്മാനമൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ അന്നത്തെ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റ് നമ്മുടെ കാലം ചെയ്ത മാത്യൂസ് നിധിയൻ ബാവായിരുന്നു. അന്ന് മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ ആ ഓർമ്മകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കൂടി ഒന്ന് കടന്നു പോവുകയായിരുന്നു. പക്ഷെ ഇന്നൊന്നും ഇങ്ങനത്തെ ഒരു വേഷം ഇടാനായിട്ട് സൺഡേ സ്കൂളിൻ്റെ ഒരു വേദിയിൽ അവസരം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വേഷത്തിൽ കാണുമ്പോൾ അപ്പോൾ ഇന്ന് തിരുമേനി പറഞ്ഞ പോലെ വളരെ സന്തോഷമുണ്ട്. രണ്ടാമത് ചില ഓർമ്മകൾ വന്നത് മെഡിക്കൽ കോളേജിലെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ MBBS പാസ്സായ വർഷം 1991. അപ്പോൾ ആ വർഷം അതുവരെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ബിരുദദാന സമ്മേളനമൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ പഴയ മെഡിക്കൽ കോളേജിലും മദ്രാസ് മെഡിക്കൽ കോളേജിലും കൽക്കട്ട മെഡിക്കൽ കോളേജിലും ഒക്കെ ബിരുദദാനത്തിന് ഇങ്ങനെ വേഷമൊക്കെ ഇട്ട് ആൾക്കാർ വരുന്നത്. ഇപ്പം കേരളത്തിൽ ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അന്ന് ഞങ്ങൾ ഹൗസ് സർജൻസ് ആയിരുന്ന സമയത്തേക്കിന് ഇങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ കളർഫുള്ളായിട്ട് ചെയ്താൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് 100 പേര് ഉള്ളൊരു ബാച്ചായിരുന്നു. പക്ഷെ ഈ വേഷം ഒരിടത്തും കിട്ടാനില്ല. ഈ വേഷം തപ്പി അവസാനം ഇത് വാടകയ്ക്കെടുത്ത് അവസാനം മദ്രാസിൽ ചെന്ന് ഇത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നത്. ആർക്കും ചേരത്തൊന്നുമില്ല. ഇത് ഒരു കുറച്ച് കോമാളി വേഷമൊക്കെ പോലെയൊക്കെ കെട്ടി അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ UR അനന്തമൂർത്തി, ആളുടെ പ്രഗത്ഭനായ അനന്തമൂർത്തി സാറിനെ ചിലർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ബിരുദം ഈ വേഷമൊക്കെ ഇട്ട് വാങ്ങി ആ ഒരു ഓർമ്മയും നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഓർമ്മിച്ചെടുക്കുക. ഇവിടെ ഒരു ഞാൻ തിരുമേനിയോട് വാസ്തവത്തിൽ അതിശയമായിട്ട് തന്നെയാണ് ചോദിച്ചത്. കാര്യം 12ാം ക്ലാസ്സിലെ കോട്ടയം ഡയോസിസ്, അത് പിന്നീട് കുര്യാക്കോസ് സാറിനോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി കോട്ടയം സെൻട്രൽ ഡയോസിസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പം അല്ലാതെ തന്നെ ഏതാണ്ട് 180 പേരോളം ഈ 12ാം ക്ലാസ് വേദപ്രവീൺ പാസ്സായി കോൺവെക്കേഷനിൽ വരുന്നു എന്നുള്ളത് കുറഞ്ഞു പോയി എന്നുള്ളതല്ല, നിശ്ചയമായിട്ടും അത് ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ. എൻ്റെ വിചാരം ഒരു 10, 30, 40 പേരൊക്കെ ഈ 10ാം ക്ലാസ് കഴിയുമ്പം പലരും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇത്രയും പേരെ എൻറോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് വിനോദ് സാറിൻ്റെയും നമ്മുടെ കുര്യാക്കോസ് സാറിൻ്റെയും മറ്റേ ഇൻസ്പെക്ടേഴ്സിൻ്റെയും ഒക്കെ ടീമിന് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത്ര ആൾക്കാരെ 10ാം ക്ലാസ്സിന് ശേഷം ഈ ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ള എൻ്റെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി അതിലെ നല്ലൊരു ശതമാനവും 11th-ലേക്കും 12th-ലേക്കും ഒക്കെ വന്ന് ഈ വേദപ്രവീൺ പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആശങ്ക വലുതായിട്ടൊന്ന് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ 12th വരെ പഠിച്ച ആൾക്കാരായതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇരുന്നപ്പോൾ ഒരു എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിന്ത, പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന പഴയ നിയമത്തിലെ ഒരു ചരിത്രം തന്നെയാണ്. പഴയ നിയമം പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും, അല്ലോ സിലബസ് മാറ്റി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒന്നും പൂർണ്ണമായിട്ടും എടുത്ത് കളഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാബിലോണിയൻ പ്രവാസം, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി അല്ലെ, ബാബിലോണിയൻ എക്സൈൽ എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. യഹൂദ രാജ്യം, കിങ്ഡം ഓഫ് ജുഡിയ വാസ്
ക്യാപ്ചേർഡ് ബൈ ആരാ? അവരെ കീഴടക്കിയ ബാബിലോണിയൻ രാജാവിന്റെ പേരെന്താ? പറഞ്ഞ് എല്ലാവരും വേദപ്രവീണായിട്ടൊക്കെ ഇരിക്കുകയാണ്. പ്രവീണമാരും പ്രവീണമാരും എത്ര പ്രവീണുണ്ട്, എത്ര പ്രവീണയുണ്ടോ എന്ന് ഞാനിങ്ങനെ ഒരു ജെൻഡറിന്റെ പ്രൊപ്പോർഷൻ കുര്യാക്കോ സാറിനോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും ഒരു അല്പം പ്രവീണകളാണ് കൂടുതലെന്ന് തോന്നുന്നു. ആരാണ്? യഹൂദ ജെറുസലേമിലെ ദേവാലയമൊക്കെ നശിപ്പിച്ച് പിടിച്ചോണ്ട് പോയത് ആരാ? രാജാവ് നെബൂഖദ്നേസർ അല്ലേ? ബാബിലോണിയൻ രാജാവായിരുന്ന നെബൂഖദ്നേസർ BC 6-ാം നൂറ്റാണ്ടില്, കൃത്യമായി പറഞ്ഞാൽ BC 586-ലാണ് ഈ ജെറുസലേമിന്റെ പതനം. ബാബേൽ പ്രവാസം അല്ലേ, ബാബിലോണിയൻ പ്രവാസം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അവിടെ ചെന്ന് ഈ പ്രവാസത്തിൽ ഏതാണ്ട് 2 തലമുറയോളം അവിടെ പ്രവാസത്തിൽ കഴിഞ്ഞു. അവിടെ നെബൂഖദ്നേസർ വളരെ, നമ്മൾ ബൈബിളിലെ കഥകളൊക്കെ അനുസരിച്ച് ജെറമ്യ, എസെക്കിയേൽ, ദാനിയേൽ പുസ്തകങ്ങളിലൊക്കെ നെബൂഖദ്നേസറിനെ പറ്റി പരാമർശമുണ്ട്. അദ്ദേഹം ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ടും നിഷ്ഠൂരനായ ഒരു ചക്രവർത്തിയായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിലും അദ്ദേഹം വളരെ ഭരണസാമർഥ്യമുള്ള ആളായിരുന്നു. നമ്മളൊരു സെക്യുലർ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ സെക്കൻഡ് എന്ന് പറയുന്നത് വളരെയധികം പ്രാഗൽഭ്യമുള്ള ഒരു നല്ല സിവിൽ സർവീസ്, ലോകത്തിലെ സിവിൽ സർവീസിന്റെ ഒക്കെ ഒരു മാതൃക. ഇപ്പൊ സിവിൽ സർവീസിലേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ചുപേരൊക്കെ ഇതിനകത്ത് കാണും അല്ലേ? ഉണ്ടോ? അപ്പൊ അതിലെ ഏറ്റവും നല്ല ലോകത്തിന്റെ ആദ്യത്തെ മാതൃക ഈ ബാബിലോൺ രാജ്യത്തിലെ നെബൂഖദ്നേസറിന്റെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സിവിൽ സർവീസ് കോളേജിന്റെ അന്നത്തെ പ്രിൻസിപ്പൽ എന്നോ ഡയറക്ടർ എന്നോ ഒക്കെ പറയാവുന്ന അസ്ഫനാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വ്യക്തിയെ വിളിച്ചിട്ട് നെബൂഖദ്നേസർ പറഞ്ഞു, ജൂയിഷ് യൂത്ത് വളരെ ഇന്റലിജന്റ് ആണ്, അവർ വളരെ സമർത്ഥരാണ്. ഈ ബാബിലോണിയൻ കുട്ടികളെക്കാളും ഇവര് വളരെ ബുദ്ധിസാമർഥ്യവും കഴിവും സ്മാർട്ട്നെസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരെ നമ്മുടെ സിവിൽ സർവീസിൽ കയറ്റണം എന്ന് പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് പല രീതിയിലുള്ള കടമ്പകളൊക്കെ ഇന്നത്തെ നമ്മുടെ IAS എക്സാമിനേഷനിലൊക്കെ എന്ന് പറഞ്ഞ പോലെ ടോപ്പ് റാങ്കായിട്ട് വന്നത് 4 ജൂയിഷ് യൂത്തായിരുന്നു, 4 ജൂയിഷ് ചെറുപ്പക്കാരായിരുന്നു. അവരുടെ പേരൊക്കെ നമുക്കറിയാം. ഓർക്കുന്നുണ്ടോ? പ്രവീണമാരും ഒന്ന് പറഞ്ഞു എന്തൊക്കെയാ അവരുടെ പേര്? ദാനിയേലിനെ കൂടാതെ സദ്രക്ക്, മേശക്ക്, അബേദ്നേഗോ. ആ പാട്ടിന്റെ ആദ്യത്തെ വരി പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും പറയും. അപ്പം ദാനിയേല്, പക്ഷെ അവരുടെ ശരിക്കുള്ള പേര് അത് അല്ലായിരുന്നു. അവരുടെ യഹൂദ പേരുകളൊക്കെ മാറ്റിയിട്ട് ദാനിയേലിന്റെ പേര് യഹൂദാനെയും മാറ്റി ബെൽതസർ എന്നും ഒക്കെ. ശരിക്കുള്ള പേര് മറ്റ് ചിലതൊക്കെ ആയിരുന്നു, എല്ലാം മറന്നുപോയി. ഹനാനിയ, മിഷായേൽ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു. അപ്പം ഈ 4 പേരെ കോൺ കോൾ ചെയ്ത് 4 പേരോട് അന്വേഷിച്ചാൽ മതിയോ? 35 lakh റിവ്യൂസ് നോക്കണം. ഗോ IBPO തെരഞ്ഞെടുത്തു. അവര് കിങ് നെബൂഖദ്നേസർ സെക്കൻഡ്, നെബൂഖദ്നേസർ രണ്ടാമന്റെ അരമനയില് തന്നെ അതിനോട് ചേർന്നായിരുന്നു ഇവരുടെ സിവിൽ സർവീസ് കോളേജ്. അസ്ഫനാസിന്റെ കീഴിൽ ഇവരെ ഭയങ്കര ട്രെയിനിങ് ആണ്. അപ്പൊ ഇവര് കായികമായ പരിശീലനമുണ്ട്, ബുദ്ധിപരമായ രീതിയിലുള്ള സെക്കുലർ എഡ്യൂക്കേഷൻ എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. അത് ബെസ്റ്റ് ട്രെയിനിങ് ഇൻ ദ വേൾഡ് ആണ് സിവിൽ സർവീസിൽ. അപ്പൊ അവിടെ അവർ പറഞ്ഞത് നെബൂഖദ്നേസറിന്റെ ഉത്തരവാണ് ഇവർക്ക് രാജാവിന്റെ മേശയിൽ എന്ത് ഫുഡാണോ സെർവ് ചെയ്യുന്നത് അത് വേണം ഇവർക്ക് കൊടുക്കാനായിട്ട്. ദ ബെസ്റ്റ് ഫുഡ് ഷുഡ് ബി സെർവ്. അതെല്ലാവർക്കും അറിയാവുന്ന, എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുക. അപ്പൊ ഈ ട്രെയിനിങ്ങിനെല്ലാം തുടക്കമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദാനിയേലിന്റെ നേതൃത്വത്തിൽ ഈ 4 കുട്ടികളെ ചെന്ന് അസ്ഫനാസിന്റെ അടുത്ത് ഒരു അപേക്ഷ വെച്ചു. എന്താ, ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ നല്ല കാര്യം തന്നെ, ഞങ്ങൾ വി ആർ വെരി ഹാപ്പി ദാറ്റ് വി ആർ സെലക്ടഡ് ടു ദ സിവിൽ സർവീസ് ഓഫ് ദി എംപയർ ഓഫ് ബാബിലോണിയ. പക്ഷേ ഈ ഭക്ഷണം ഈ ബാബിലോൺ കൊട്ടാരത്തിലെ രാജാവിന്റെ മേശയിൽ നിന്ന് വരുന്ന ഫുഡാ, ബെസ്റ്റ് 7 course ഡിന്നറാ. ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അസ്ഫനാസ് വാസ് ഷോക്ക്ഡ്. അസ്ഫനാസിനെ നെബൂഖദ്നേസറിന്റെ മുന്നിൽ ചെന്നത് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും രീതിയിൽ ഇവർ പിന്നോക്കം പോയി കഴിഞ്ഞാൽ, ഇവരുടെ ഫുഡിന്റെ കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഫനാസിന്റെ തല പോകും. അപ്പോൾ അസ്ഫനാസ് അതേസമയം ദാനിയേല് ഇത് ഉറച്ചു നിൽക്കുകയാണ്. ദാനിയേലും നമ്മുടെ ശദ്രക്കും മേശക്കും അബേദ്നേഗോയും ഇതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്, ഞങ്ങൾ ഈ ഫുഡ് വേണ്ട. സോ ദേ വർ വെരി ഫേം. വഴങ്ങാൻ തയ്യാറായില്ല. അവസാനം അസ്ഫനാസ് ഒരു റിസ്ക് എടുത്തു. നോക്കാം, കുറച്ച് മാസങ്ങൾ ഞാൻ നോക്കാം, രാജാവ് അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ പകർച്ച കൊണ്ടുവന്ന് നിങ്ങൾ കഴിച്ചോ
എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചോയ്സ് ഒന്നുമില്ല, ഇവിടുത്തെ ഫുഡ് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് വി നോ വാട്ട് ഹാപ്പൻഡ്. ആ നിശ്ചിത കാലയളവ്, ഞാൻ കൃത്യം കാലയളവ് മറന്നുപോയി, 3 മാസം 6 മാസം അങ്ങനെ എന്തോ ഒരു കാലയളവ് കഴിഞ്ഞ് ഈ അസ്ഫനാസ് നേരിട്ട് വന്ന് ഇവരെ പരിശോധിച്ചപ്പോൾ ഈ യഹൂദ ബാലന്മാര് മറ്റവരുടെ കൂടെ എൻറോൾ ചെയ്തിരുന്ന മറ്റെല്ലാ ബാബിലോണിയൻ ഈ രാജാവിൻ്റെ മേശയിൽ നിന്നുള്ള ഫുഡ് കഴിച്ചിരുന്ന കുട്ടികളെക്കാളും തേജസ്വികളായിട്ട് കാണപ്പെട്ടു എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അപ്പം ഈ വേഷങ്ങളൊക്കെ ഇട്ട് നിങ്ങളെ തേജസ്സുള്ളവരായിട്ട് കാണുന്നു എന്ന് തിരുമേനി പറഞ്ഞു. അപ്പം അവരുടെ മുഖത്തെ തേജസ് വന്നത് അതിൻ്റെ അക്ഷരാർത്ഥത്തിലല്ല, നമ്മൾ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കുക. ബാബിലോണിയൻ കൊട്ടാരത്തിലെ അന്നത്തെ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ട്രെയിനേഴ്സ് ആയിരുന്നു. എല്ലാ വിഷയത്തിലും എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഈ സ്കോളേഴ്സിന് വളരെ പ്രിവിലേജ് ക്ലാസ് ആണ്, ഒരു എലീറ്റ് സ്കോളേഴ്സ് ആണ് അവർക്ക് അവിടെ കൊടുത്തിരുന്നു. പക്ഷേ ഡാനിയൽ ആൻഡ് ദ 3 other boys, they chose to stick to their heritage. അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ഭക്ഷണ രീതികളും അവരുടെ നമസ്കാരങ്ങളും ഒന്നും അല്പം പോലും അവർ വിട്ടില്ല. അപ്പോൾ ഇന്ന് തിരുമേനി പറഞ്ഞത് കേട്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയും, 12ാം ക്ലാസ് കഴിയുമ്പോൾ ചിറക് മുളയ്ക്കും, നമ്മൾ പല സ്ഥലത്തേക്കും പറന്നു പോകും, പ്രൊഫഷണൽ കോളേജിൽ ചേരും, വിദേശത്ത് പോകും, മറ്റു കോളേജുകളിലൊക്കെ ചേരും. അപ്പം അവിടെയൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ചില പുസ്തകങ്ങൾ വേണം, നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം, നമ്മുടേതായ വാല്യൂസ് വേണം, നമ്മളുടെ ട്രഡീഷൻസ് വേണം. ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എന്ന് ഈ കഴിഞ്ഞ 12 വർഷവും നിങ്ങൾ പഠിച്ച നിങ്ങളുടെ വേദപ്രവീണൊക്കെ അത് അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ എവിടെ ചെന്നാലും, ഏത് കോളേജിൽ ജോയിൻ ചെയ്താലും, കാനഡയിൽ പഠിച്ചാലും, UK പഠിച്ചാലും, ബാംഗ്ലൂർ പോയാലും, ഹൈദരാബാദിൽ പോയാലും, ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും യു ഹാവ് ടു ടെൽ യുവേഴ്സെൽഫ്, വി ഹാവ് ടു ടെൽ യുവേഴ്സെൽഫ് ദാറ്റ് ഐ എം എ ക്രിസ്ത്യൻ ആൻഡ് ഐ എം എൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ. എനിക്ക് എൻ്റെതായ നമസ്കാരങ്ങളുണ്ട്, എൻ്റെ നോമ്പുണ്ട്, എൻ്റെ അനുഷ്ഠാനമുണ്ട്, ഞായറാഴ്ച ദിവസം എൻ്റെ വിശുദ്ധ കുർബാനയുണ്ട്. ഇതൊന്നും മുടങ്ങിയത് കൊണ്ട് അല്ല, ഇതില്ലാതാക്കി നമ്മൾ ആധുനിക ബാബിലോണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആധുനിക ബാബിലോണിൻ്റെതായ ഒരുപാട് ആകർഷണങ്ങളും ഒരുപാട് എക്സൈറ്റ്മെൻറ്റുകളും ആവേശങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പം അതിലൊന്നും നമ്മൾ ഡാനിയലും ശദ്രക്കും മേശക്കും അബേദ്നെഗോ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. They all were a part of the great training. At the same time they stuck to their basic principles. അവിടെയാണ് നിങ്ങൾ സൺഡേ സ്കൂൾ 12ാം ക്ലാസ്സിലെ വേദപ്രവീൺ പാസ്സാകുമ്പോൾ ഈ വാല്യൂസ്, ഇത് നമ്മളുടെ ഫുഡാണ്, നമ്മളുടെ ട്രഡീഷനാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മളുടെ ആചാരമാണ്, നമ്മളുടെ റൂട്ട്സാണ്, ഇത് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കയ്യിൽ നിന്ന് കളയേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ പലരുടെയും തെറ്റിദ്ധാരണയാണ്. എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ ആളൊഴപ്പി പോവും, അല്ല ആ സ്വാധീനത്തിലായി പോവും. ഒരു സ്വാധീനത്തിലും പോകത്തില്ല. നമുക്ക് നമ്മുടേതായ വേരുകളുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിലുണ്ടെങ്കിൽ, അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം വേണം. അവിടെയാണ് ഡാനിയലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരുടെ മുഖത്തെ തേജസ്സും അവരുടെ പരിശീലനം ഏറ്റവും മികച്ച ടോപ്പ് സ്കോറേഴ്സായിട്ടാണ് ഇത് പാസ്സായത്. അതുകൊണ്ട് ഈ കഥയല്ല, അതൊരു ചരിത്രമാണ്. യഹൂദ ജനത്തിൻ്റെ ഒരു വലിയ ചരിത്രമാണ്. ക്യാപ്റ്റിവിറ്റിയിൽ പോയപ്പോഴും ബാഹ്യമായ ലോകത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളോ ആകർഷണങ്ങളോ എക്സൈറ്റ്മെൻറ്റുകളോ സ്വാധീനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടേതായ ഐഡൻറ്റിറ്റിയും ഒക്കെ നിലനിർത്താനായിട്ട് നിങ്ങളുടെ ഈ വേദപ്രവീൺ 12 വർഷം സൺഡേ സ്കൂൾ പഠിച്ച് 2 വർഷം എക്സ്ട്രാ പഠിച്ച് വേദപ്രവീൺസ് ആയിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. അപ്പോൾ അതിനോടൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഇപ്പം ഇത് നമുക്ക് സാധിക്കണം, നമ്മളെ നിലനിർത്തുന്നത്. ഇപ്പോൾ നമുക്ക് സൺഡേ സ്കൂൾ പഠിച്ചു, പരീക്ഷ പാസ്സാകുമ്പോഴത്തേക്കിന് അതൊരു കോഗ്നേറ്റീവ് ബുദ്ധിപരമായ രീതിയിലുള്ള അറിവുകളാണ്. ആ ബുദ്ധിപരമായ അറിവുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്കൊത്തിരി 12 വർഷത്തെ പഠനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ വിശ്വാസം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആചാരങ്ങളും നമ്മുടെ സഭാചരിത്രവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വർഷിപ്പാണ്, നമ്മുടെ ആരാധനയിൽ നമ്മൾ കണക്റ്റഡ് ആകുക എന്നുള്ളതാണ്. ആരാധനയിൽ നമ്മൾ കണക്റ്റഡായി. ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരാനുള്ള തിരക്കൊക്കെ ആയിരുന്നു. ആരെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും അനുഭവമാണ്. ഇന്ന് ഞാൻ പുതുപ്പള്ളി വെല്ലുവിളിയിലാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്. എന്തൊരു
എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ഒരു വെൻ യു റിമെയിൻ കണക്റ്റഡ് ടു 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ സമയം പള്ളിയിലൊക്കെ എപ്പോഴാണ് ഈ ക്ലോക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് അറിയത്തില്ല, വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം. നമ്മൾ അതിനോടൊന്ന് വിശുദ്ധ കുർബാന അല്ലെ ആരാധനയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഇമ്മേഴ്സീവ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നമ്മളൊരു വെറുതെ ആരെയും നമ്മൾ താരതമ്യപ്പെടുത്തി നമ്മൾ മെച്ചമൊന്നും മറ്റുള്ളതും മോശമൊന്നും ഒന്നും പറയാനൊന്നുമില്ല. സച്ച് ആൻ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ്, അവർ എക്സ്പീരിയൻഷ്യൽ വർഷിപ്പ്. ആ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ആരാധനയിലും ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് വിച്ച് ക്യാൻ കീപ്പ് അസ് റൂട്ടഡ്. പഠിച്ചതെല്ലാം അവിടെ കാണും, അതൊക്കെ മറന്നു പോകും. അല്ലെ നമുക്ക് എയോട് ചോദിച്ചാൽ മതി, നമുക്ക് പറഞ്ഞു തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പം ഈ ഇവരുടെ 4 പേരുടെ പേരൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടുപോയി. ഞാനിപ്പോൾ ഇവിടെ സ്റ്റേജിലിരുന്ന് മെറ്റ നോക്കി, നോക്കി, ഈ 4 പേരുടെ പേരൊക്കെ എനിക്ക് കൃത്യം വന്നു. അപ്പോൾ ഇത് പഠിച്ചതൊന്നും മറന്നുപോയാലും കുഴപ്പമില്ല. അന്ന് പൊതുവിജ്ഞാനത്തിലൊക്കെ ഇതെല്ലാം പറഞ്ഞതാണ്, പഠിച്ചിരുന്ന മറന്നുപോയി. പക്ഷേ നിമിഷ നേരം കൊണ്ട് മെറ്റ എനിക്കിതെല്ലാം പറഞ്ഞു തന്നു. പഠിക്കുന്നത് നല്ലതാ, പക്ഷേ പഠിക്കുന്നത് നമുക്ക് ഓർത്തിരിക്കുന്നതിലല്ല. പക്ഷേ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ പോയി. അപ്പോൾ ഈ കയ്യിൽ നല്ല മൊബൈൽ ഫോണുണ്ട്, iPhone 16 ഉണ്ട്, പക്ഷെ അതിന് കണക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വർഷിപ്പാണ്. അത് ഡെയിലി ഉള്ള നമ്മുടെ രാവിലെയും വൈകുന്നേരവും. ഇനി ചിലരൊക്കെ പറയും മുഴുവൻ ഓതും, വലിയ നോയമ്പ് വരുമ്പോൾ പ്രഭാത നമസ്കാരമൊക്കെ മുഴുവൻ ചൊല്ലി തീർക്കാൻ പോകും. മുഴുവൻ ഞാൻ തിരുമേനി ഇരിക്കുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, മുഴുവൻ ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചൊല്ലുന്നതൊന്നും പ്രാർത്ഥനകളൊക്കെ ഒന്ന് ചൂസ് ചെയ്യും. ഞാൻ അങ്ങനെ ചിലപ്പം ചില എക്സെപ്ഷൻസൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ചൊല്ലുന്നതൊന്നും മനസ്സിരുത്തി ചൊല്ലണം, സ്പീഡിൽ വിട്ട്. നമ്മൾ ഈ വന്ദേ ഭാരത് പോകുന്ന പോലെ പ്രാർത്ഥനകൾ ചൊല്ലിപ്പോകരുത്. ഒന്ന് നിർത്തി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളൊന്ന് ചൊല്ലുകയും, അതുപോലെ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു മീനിങ് മനസ്സിലാക്കി, അതിൻ്റെ കണ്ടക്സ്റ്റ് മനസ്സിലാക്കി, എല്ലാ സെൻസറി എക്സ്പീരിയൻസസോടെ സ്റ്റിമുലേറ്റഡ് ആകുന്ന ഒരു ആരാധനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവിടെ നിന്ന് കഴിയുമ്പോൾ സമയം പോകുന്നതും നമ്മൾ അറിയത്തില്ല, നമുക്കിതൊന്നും മിസ് ചെയ്യാൻ സാധിക്കത്തുമില്ല. അപ്പം അങ്ങനെ ആ ഒരു വർഷിപ്പിനോട് കണക്റ്റഡായിട്ട് നിങ്ങളുടെ നോളജും, നിങ്ങളുടെ നോളജ് ഡൊമൈൻ, 12 വർഷം പഠിച്ചത് നോളജാണ്, ആ നോളജ് ഡൊമൈനും എക്സ്പീരിയൻഷ്യൽ ഡൊമൈനുണ്ട്, അനുഭവത്തിൻ്റെ ഡൊമൈൻ, അതാണ് വർഷിപ്പ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് തോമസ് ചേട്ടനെ പോലുള്ള അതാണ് വർഷിപ്പ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് തോമസ് ചേട്ടനെ പോലുള്ള സൽപ്രവൃത്തി അവിടെ വരുന്നത്. സൽപ്രവർത്തികൾക്ക് അല്ലേ, സൽക്രിയകൾക്ക് മനഃശുദ്ധിയ സംഗതി വരണമേ. ഇപ്പം മെഡിക്കൽ കോളേജിൽ ഒരുപാട് പേര് സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ തോമസ് ചേട്ടൻ ചെയ്യുന്ന സൽപ്രവൃത്തി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നുള്ളതാണ്. അടുത്ത ഇലക്ഷനെ മുൻനിർത്തിയാണ് നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, അല്ലെ അടുത്ത നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തെ മുൻനിർത്തിയാണ് സൽപ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ സൽപ്രവൃത്തി തന്നെയാണ്. പക്ഷെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് വില ഉണ്ടാകുന്നത് എപ്പോഴാണ്? സൽക്രിയകൾക്ക് മനഃശുദ്ധിയ സംഗതി വരണം എന്നുള്ളതാണ്. അപ്പോൾ ആ മനഃശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യുന്ന ക്രിയകളൊക്കെ സൽക്രിയകളായിട്ട് മാറിക്കോളും, ഓട്ടോമാറ്റിക്കലി മാറിക്കോളും, പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യണ്ട. തോമസ് ചേട്ടൻ, ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഹോസ്പിറ്റലിലെ ഏറ്റവും താഴെ ഉള്ള ജോലിക്കാരനാണ്. ആദ്യം ഒരു ഹോസ്റ്റൽ ബോയ് ആയിരുന്നു, അതിനുശേഷം ഒരു അറ്റൻഡറായിരുന്നു. അപ്പം അദ്ദേഹം അവിടെ തറയിൽ കിടക്കുന്ന ആരും നോക്കാനില്ലാത്ത പേഷ്യൻസിനെയൊക്കെ വന്നിങ്ങനെ ഭക്ഷണം കൊടുക്കുകയും അവരെ ബാത്റൂമിൽ കൊണ്ടുപോവുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ മനുഷ്യനല്ലേ എന്തെങ്കിലും ഇവരുടെ നിന്ന് വല്ല ചില്ലറ കിട്ടും, അതിനുവേണ്ടിയായിരിക്കും. പക്ഷേ വർഷങ്ങളോളം കഴിഞ്ഞ് ഞാൻ ഫാക്കൽറ്റിയായിട്ട് അവിടെ ജോയിൻ ചെയ്യുമ്പോഴും ഈ മനുഷ്യൻ തുടരുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നിലുള്ളത് ഈ മനഃശുദ്ധി എന്ന് പറയുന്ന ദൈവിക, ഇപ്പം പറഞ്ഞ പോലെ ആ ശുദ്ധീകരണം ആ മനസ്സിൽ നടന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അതൊരു സുവിശേഷമായിട്ട് അദ്ദേഹം അവിടെ പ്രാവർത്തികമാക്കി. അതുകൊണ്ട് ഇങ്ങനെ കോൺവൊക്കേഷൻ സന്ദേശം പറയാനായിട്ട് തോമസ് ചേട്ടൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ. ഞാനിപ്പോൾ ഇവിടെ ഇത് വന്ന് കയറി ഈ പ്രസംഗം തൊഴിലായി ശീലമായി മാറിയോണ്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിച്ചോളാം. തോമസ് ചേട്ടനെ ഞങ്ങളൊക്കെ കൂടുതൽ വാക്കേ ഉള്ളൂ, പ്രവൃത്തി വരുന്നതേ ഉള്ളൂ. വാക്കിന് ശേഷം വരുന്ന പ്രവൃത്തി. തോമസ് ചേട്ടൻ്റെ നവജീവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്ത് തിരുമേനി ഇവിടെ ഇരിക്കുന്ന പലരും, സ്റ്റേജിലിരിക്കുന്ന പലരും പോയിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ അവിടെ ചെന്നൊന്ന് കാണണം ഈ കർത്താവ് പറഞ്ഞ സുവിശേഷം എങ്ങനെയാണ് ആ ദൈവരാജ്യം അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ദൈവരാജ്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് നവജീവനിൽ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം വല്ല വീക്കെൻഡിലോ അവധി സമയങ്ങളിലോ ഒക്കെ ചെറിയ ഇൻറ്റേൺഷിപ്പായിട്ട് എടുത്ത് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണേൽ ആലോചിക്കാവുന്ന കാര്യമാണ്.
വേദപ്രവീൺ കോഴ്സിൻ്റെ ഒരു ചെറിയ ഇൻറ്റേൺഷിപ്പ് നവജീവനിൽ കൊടുക്കാവുന്നത് നല്ല ഒരു കാര്യമാണെന്ന് എനിക്ക് ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള ദർശനം തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ള മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും ഒക്കെ വരുമ്പോഴും ആ അർത്ഥതലങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തി ദൈവസ്നേഹം അതിരില്ലാത്ത ദ സീംലെസ് ലവ് ഓഫ് ഗോഡ് അതവിടെ എങ്ങനെ പകർന്നു കൊടുക്കാം എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുന്ന ഒരു അനുഭവം തോമസ് ചേട്ടൻ്റെ ഇതിലേക്ക് ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികളുടെ ഒരു വിഷൻ വളരെ മഹത്തരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേദപ്രവീണായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും